my dear students. ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോയ്സിനെ കുറിച്ചും എങ്ങനെ പിന്നെ ഒന്നിൽ കൂടുതൽ ക്ലാസ്സസ് ഉള്ള ഡാറ്റ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഒരു ഡാറ്റ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഡാറ്റ സെറ്റിൽ ഒരു 4-5 ടൈപ്പ് ക്ലാസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ക്ലാസ് ഉള്ളതിനെ എങ്ങനെ ലേൺ ചെയ്യും, അതിനുപയോഗിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ നോയ്സിനെ കുറിച്ച് പറയുന്നു. നോയ്സ് എന്ന് പറഞ്ഞാൽ എനി അൺവാണ്ടഡ് അനോമലി ഇൻ ദ ഡേറ്റ ഈസ് നോൺ ആസ് നോയ്സ്. അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഇൻപുട്ട് ആട്രിബ്യൂട്ട് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, തെറ്റായിട്ടുള്ള ഡാറ്റ ആയിരിക്കും. അതിനെ നമുക്ക് നോയ്സ് ആയിട്ട് കണക്കാക്കാം. ഇനി നമ്മൾ ഈ ഒരു ഡാറ്റയെ നമ്മൾ ലേബൽ ചെയ്യുകയാണ്. ലേബൽ ഔട്ട്പുട്ട് ലേബൽ അസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ വരുവാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് ആ തരം ഡേറ്റകളെ നമ്മൾ നോയ്സ് ഡാറ്റ എന്ന് പറയുന്നു. പിന്നെ നമ്മൾ ചില ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡാറ്റ സെറ്റിൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഔട്ട്പുട്ട് ലേബൽ നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ ചില ആട്രിബ്യൂട്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യാതെ അസൈൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും, എറോണിയസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ലേബൽ അസൈൻ ചെയ്യുന്നു. അങ്ങനെയുള്ള കേസിലും നമുക്ക് ഈ നോയ്സ് ഡാറ്റ ഉണ്ടാകും. സോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡാറ്റയെ നോയ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ നോയ്സ്. ഈ നോയ്സിൽ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് കുറേ പോസിറ്റീവ് എക്സാമ്പിൾസ് പ്ലസ് എക്സാമ്പിൾസും പിന്നെ കുറേ ഹോളോ ആയിട്ടുള്ള ഡോട്ടഡ് ലൈൻസും ഉണ്ട്. ഇതിനകത്ത് ഈ പ്ലസ് എക്സാമ്പിൾ താഴെ ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷനാണ്. ദിസ് പാർട്ടീഷൻ ആക്ച്വലി ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഹൈപ്പോത്തിസിസ്. ഈ പാർട്ടീഷൻ്റെ വെളിയിൽ ഒരു പ്ലസ് വന്നിട്ടുണ്ട്. ദിസ് പ്ലസ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് എ നോയ്സ് ഡാറ്റ. ഈ പാർട്ടീഷൻ്റെ വെളിയിൽ വന്ന ഈ ഭാഗം ഒരു നോയ്സ് ഡാറ്റയാണ്. നമുക്ക് രണ്ട് രീതിയിൽ നോയ്സ് ഡാറ്റ ഉണ്ടാക്കി നമ്മളിപ്പോൾ ഈ ഈ പെർട്ടിക്കുലർ കർവിനെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ കർവിനെ നമുക്ക് ഈ നോയ്സ് ഡേറ്റയും കൂടെ അക്കോമഡേറ്റ് ചെയ്തിട്ട് നമുക്ക് കർവ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ മോഡല് സിമ്പിൾ ആകത്തില്ല. മോഡൽ വിൽ ബിക്കംസ് മോർ കോംപ്ലിക്കേറ്റഡ്. ദാറ്റ് ഈസ് ദാറ്റ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഈ നോയ്സ് ഡാറ്റ, ഈ പ്ലസ് നോയ്സ് ഡാറ്റ ഇതിന് താഴെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ദിസ് പ്ലസ് ഈസ് എ എറോണിയസ് ഡാറ്റ ഓർ എ നോയ്സ്. വി കോൾ ഇറ്റ് ആസ് എ നോയ്സ്. ഇനി എഫക്റ്റ് ഓഫ് നോയ്സ്. വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് നോയ്സ്? നോയ്സ് ഡിസ്റ്റോർട്ട്സ് ഡാറ്റ. ലേണിംഗ് പ്രോബ്ലം മേ നോട്ട് പ്രൊഡ്യൂസ് അക്യുറേറ്റ് റിസൾട്ട്സ് ഡ്യൂ ടു നോയ്സ്. നോയ്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും? നോയ്സ് ഡാറ്റ വരുമ്പോഴത്തേക്കും നോർമൽ ഡേറ്റയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തായിരിക്കും ഈ നോയ്സ് ഡാറ്റ കിടക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിലാണെങ്കിലും നമ്മൾ അതിനു വേണ്ടിയുള്ള ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ മോഡൽ ഡിറൈവ് ചെയ്യുമ്പോൾ, ലേണിംഗ് അൽഗോരിതം അതിൻ്റെ ഒരു മോഡൽ ഡിറൈവ് ചെയ്യുമ്പോൾ ആ ലേണിംഗ് അൽഗോരിതം നോയ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കും. നോയ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ പെർട്ടിക്കുലർ മോഡൽ ഹൈപ്പോത്തിസിസ് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. ഫോർ എക്സാമ്പിൾ നമ്മൾ അതിൻ്റെ പ്രീവിയസ് എക്സാമ്പിളിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലസ് കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കർവ് ഒരു സ്മൂത്ത് കർവ് ആയിരിക്കത്തില്ല. ഈ കർവിനകത്തോട്ട് ഇങ്ങനെ വരും. ഇതും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും ഈ കർവ് വിൽ നോട്ട് ബി എ സ്മൂത്ത് കർവ് ആൻഡ് ഹെൻസ് ഇറ്റ് കോംപ്ലിക്കേറ്റ്സ് ദി മോഡൽ. സോ ദാറ്റ് ഈസ് ദി എഫക്റ്റ് ഓഫ് വാട്ട് ഈസ് കോൾഡ് ആസ് നോയ്സ്. അപ്പോൾ നോയ്സ് മൂലം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഡാറ്റയ്ക്ക് ഡിസ്റ്റോർഷൻസ് ഉണ്ടാകുന്നു, ലേണിംഗ് പ്രോബ്ലം അക്യുറേറ്റ് റിസൾട്ട്സ് ഉണ്ടാക്കത്തില്ല, ഹൈപ്പോത്തിസിസ് കോംപ്ലിക്കേറ്റഡ് ആകും. ദീസ് ആർ ദി എഫക്ട്സ് ഓഫ് നോയ്സ്. ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം, ലേണിംഗ് മൾട്ടിപ്പിൾ ക്ലാസ്സസ്. നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. അതിനകത്ത് ഒന്നുകിൽ ഒരു സെറ്റ് ഓഫ് ഡേറ്റയെ ഐദർ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ ട്രൂ ഓർ എ ലോജിക്കൽ 1 ഓർ ഇറ്റ് ഈസ് ക്ലാസ്ഡ് ആസ് ലോജിക്കൽ 0. മൾട്ടിപ്പിൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 കാറ്റഗറി ഓഫ് ഡാറ്റ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ക്ലാസ്സസ് എന്ന് പറയുന്നത്. സോ മെഷീൻ ലേണിംഗ് പ്രോബ്ലംസ് ഇൻവോൾവ്സ് ലേണിംഗ് ഡാറ്റ സെറ്റ്സ് ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഇൻസ്റ്റെഡ് ഓഫ് ബൈനറി ക്ലാസിഫിക്കേഷൻ. അപ്പോൾ മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? നേരത്തെ എല്ലാം നമ്മൾ ബൈനറി ക്ലാസിഫിക്കേഷനാണ്. 2 തരം ക്ലാസ്സുകളെ ഉണ്ടായിരുന്നുള്ളൂ. ലേബലിംഗ്, ഔട്ട്പുട്ട് ലേബലിനെ ഐദർ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ആസ് ലോജിക്കൽ 1 ഓർ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ലോജിക്കൽ 0. പക്ഷേ 2-ൽ കൂടുതൽ ബൈനറി ക്ലാസ്സസ് ഉള്ള ഇൻപുട്ട് ഡേറ്റയെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും? അതിനെയാണ് നമ്മൾ ലേണിംഗ് മൾട്ടിപ്പിൾ ക്ലാസ്സസ് എന്ന് പറയുന്നത്. So 2 methods are used to deal with. They are 1 against all and 1 against 1 method. 2 തരം മെത്തേഡാണ് ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ ക്ലാസ്സസിനെ
ലേൺ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കുന്ന ടെക്നിക്ക്. സോ ലെറ്റ് us ഡിസ്കസ് ഈച്ച് തിങ്. ഒന്നിനെ നമ്മൾ 1 against all എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. രണ്ടാമത്തേന് നമ്മൾ പറയുന്നത് 1 against 1 മെത്തേഡാണ്. സോ ലെറ്റ് us see how exactly each method will classify multiple classes. 1 against all method. 1 against all മെത്തേഡിനകത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡാറ്റ സെറ്റിൽ k ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇതിനെ ഒരു കെ ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഡാറ്റ സെറ്റിൽ 4 ക്ലാസ്സസ് ഓഫ് ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താണെന്ന് ഇതിനെ നമ്മൾ 4 ക്ലാസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമായിട്ട് വ്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഡാറ്റയെ നമ്മൾ 4 ക്ലാസ്സായിട്ട് തിരിക്കും. C1, C2, C3, C4 എന്ന് പറഞ്ഞ 4 ക്ലാസ് 4 ക്ലാസ് ഉണ്ടാവും. സോ എ കെ ക്ലാസ് ക്ലാസിഫൈ ക്യാൻ ബി വ്യൂഡ് ആസ് K2 ക്ലാസ് പ്രോബ്ലം. ഓരോ ക്ലാസ്സിനെ 2 ക്ലാസ്സായിട്ട് ഡിഫൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡാറ്റ സെറ്റ് ഉണ്ട്, അതിനകത്ത് 4 ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസിഫയർ ഉണ്ടാക്കും. ആ ക്ലാസിഫയർ എന്താ ചെക്ക് ചെയ്യുന്നത്? വെദർ ദിസ് ഡാറ്റ സെറ്റ് ബിലോങ്സ് ടു ക്ലാസ് 1 ഓർ നോട്ട്. ഓക്കെ, അപ്പോൾ അതിന് ആ ക്ലാസ് 1 ആണെങ്കിൽ അത് ദാറ്റ് ഈസ് ട്രൂ, ക്ലാസ് 1 അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഫോൾസ്. അങ്ങനെ 4 ക്ലാസ്സിനും യു വിൽ ഗെറ്റ് 4 ഡിഫറെൻറ്റ് ഹൈപ്പോത്തിസിസ്. 4 ക്ലാസ്സിനെ ലേൺ ചെയ്യുമ്പോൾ 4 ഡിഫറെൻറ്റ് ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഹൈപ്പോത്തിസിസിൽ വെച്ചിട്ട് നമ്മൾ ഓരോ അപ്പോൾ ഒരു ഡാറ്റയെ നമ്മൾ ഏത് ക്ലാസ് ആണോ ചെക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 ക്ലാസ് ഉള്ള ഒരു ഡാറ്റ സെറ്റ് ആണെങ്കിൽ നമ്മൾ 4 ഹൈപ്പോത്തിസിസ് ഡിറൈവ് ചെയ്യും. ഒരു ഡാറ്റ എടുക്കും, ഡാറ്റയിൽ ഹൈപ്പോത്തിസിസ് 1 അപ്ലൈ ചെയ്യും. ഹൈപ്പോത്തിസിസ് 1 അപ്ലൈ ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ എന്താ അർത്ഥം? ഇറ്റ് ബിലോങ്സ് ടു ക്ലാസ് 1. ഫാൾസ് ആണെങ്കിൽ എന്താണ്? ഇറ്റ് ബിലോങ്സ് ടു ഐദർ ക്ലാസ് 2, 3 ഓർ 4. ഇനി ഫാൾസ് ആണെങ്കിൽ എന്താണ്? ഹൈപ്പോത്തിസിസ് 1 അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് ഫാൾസ് ആണെങ്കിൽ ക്ലാസ് 2ൻ്റെ ഹൈപ്പോത്തിസിസ് ആ ഡാറ്റയിൽ അപ്ലൈ ചെയ്യും. ക്ലാസ് 2 ട്രൂ ആണോ എന്ന് നോക്കും. ക്ലാസ് 2 ട്രൂ അല്ലെങ്കിൽ എന്താണ് അർത്ഥം? Again, it checks for class 3. Class 3 true ആണെങ്കിൽ it is the particular data belongs to class 3 എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതുപോലെ this step is repeated for all the classes. ഇപ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഒന്നിൽ ഇപ്പോൾ നമുക്ക് 4 ക്ലാസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ we will get 4 different hypotheses. ഈ 4 ഹൈപ്പോത്തിസിസിൽ ഒരു പർട്ടിക്കുലർ ഡാറ്റ എക്സ് ഒന്നിൽ കൂടുതൽ ഹൈപ്പോത്തിസിസിൽ ട്രൂ ആകാം. അങ്ങനെയുള്ള കേസിൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ഫോൾസ്. ഇതാണ് 1 against all മെത്തേഡ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് കെ ഹൈപ്പോത്തിസിസ് H1, H2, etc. up to Hk. Hi is defined as H1 of x is equal to 1 if x is in class I, which is equal to 0 otherwise. For a given data x, ideally only one Hi is 1 and then we assign class Ci to x. ഇപ്പോൾ നമ്മൾ ഹൈപ്പോത്തിസിസ് 1 അപ്ലൈ ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ എന്താണ്? ദ ക്ലാസ് ഓഫ് ദ ഡാറ്റ എക്സ് ഈസ് 1. ഇപ്പോൾ ഹൈപ്പോത്തിസിസ് 2 അപ്ലൈ ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ എന്താ അർത്ഥം? ദ ക്ലാസ് ഓഫ് ദ ഡാറ്റ എക്സ് ഈസ് 2 ആൻഡ് സോ ഓൺ. ആൻഡ് ദിസ് പ്രോസസ് ഇസ് റിപ്പീറ്റഡ്. ഇനി ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെൻ നോ 1, 2 ഓർ മോർ Hi of x is 1, we cannot choose a class. In such a case, we can say that the classifier rejects such cases. സപ്പോസ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു ഡാറ്റ എടുത്തു, അത് ചെക്ക് ചെയ്യുവാണ്. ഹൈപ്പോത്തിസിസ് 1 അപ്ലൈ ചെയ്ത് ട്രൂ ആയി, ഹൈപ്പോത്തിസിസ് 3 അപ്ലൈ ചെയ്ത് ട്രൂ ആയെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ബിലോങ്സ് ടു ഐദർ ക്ലാസ് 1 ഓർ ക്ലാസ് 3 ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് റിജക്റ്റഡ്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ഇസ് കോൾഡ് ആസ് 1 against all മെത്തേഡ്. ഇനി അടുത്തത് 1 against 1 മെത്തേഡ്. എ ക്ലാസിഫയർ ഈസ് കൺസ്ട്രക്റ്റഡ് ഫോർ ഈച്ച് പെയർ ഓഫ് ക്ലാസസ്. ഇപ്പോൾ നമ്മൾ ഇഫ് ദർ ആർ k ഡിഫറെൻറ്റ് ലേബിൾസ്, എ ടോട്ടൽ ഓഫ് k into k minus 1/2 ക്ലാസിഫയേഴ്സ് ആർ കൺസ്ട്രക്റ്റഡ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു k ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഓക്കെ, k into k minus, ഫോർ എക്സാമ്പിൾ ഒരു 4 ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണെങ്കിൽ 4 into 3 12/2 6 പെയേഴ്സ് ഓഫ് ക്ലാസ്സസ് നമ്മൾ ഉണ്ടാക്കുന്നു. 6 പെയേഴ്സ് ഓഫ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മളൊരു 4 ക്ലാസ്, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 4 ക്ലാസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. C1, C2, C3, C4. അപ്പോൾ 4 ക്ലാസ്സിൽ 4 into 3/2 അതായത് 6 പെയേഴ്സ്. C1, C2, C3, C4 ആണെങ്കിൽ 6 പെയേഴ്സ് ഏതൊക്കെയാണ്? നമ്മളൊരു പെയർ എടുത്തു, C1, C2 എടുത്തു,
C1 C3 എടുത്തു, C1 C4 എടുത്തു. ഓക്കെ, C1 C2 C1 C3 C1 C4 3 ക്ലാസ്. ദെൻ C2 C3 ആൻഡ് C2 C4 അടുത്ത 2 ക്ലാസ്. അങ്ങനെ മൊത്തം നമുക്ക് എത്ര ക്ലാസ് കിട്ടി? പിന്നെ അത് കഴിഞ്ഞ് C3 C4 അടുത്ത പെയർ. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര പെയർസ് കിട്ടും? വി വിൽ ഗെറ്റ് 6 pairs. 4 into 3 12/2 6 pairs. That is C1 C2 is 1 pair. അത് രണ്ടാമത്തെ പെയർ എന്ന് പറഞ്ഞാൽ C1 C3 is second pair. C1 C4 is third pair. And C2 C3 is fourth pair. C2 C4 is fifth pair. As well as C3 C4 is sixth pair. അപ്പോൾ അങ്ങനെ ഒരു പെയർ ഓഫ് ക്ലാസിഫയർ ആയിട്ട് കിളിച്ചു. അപ്പോൾ ഈ കേസിൽ നമ്മൾ പറയുന്നു an unknown instance is classified with the class getting most votes. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഇനി അടുത്ത എക്സാമ്പിളിൽ പറയാം. ലെറ്റ് ദർ ബി 3 classifiers. നമുക്ക് 3 classifiers ഉണ്ടെങ്കിൽ എത്ര പെയർസ് വരും? 3 into 3 minus 1/2 there will be 3 classifiers. നമ്മൾ 3 classifier ഉണ്ടെങ്കിൽ C1 C2 C3 ഇത് വെച്ച് എത്ര പെയർസ് ഉണ്ടാക്കാം? 3 പെയർസ്. ഏതൊക്കെയാണ്? C1 C2 C1 C3 as well as C2 C3 3 പെയർസ് ഓഫ് classifiers ഉണ്ടാക്കും. ഇനി the 3 classifiers assign X to labels. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ C1 C2 ക്ലാസിഫയർ എക്സിന് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എന്താണ് ഇറ്റ് അസൈൻസ് ലേബൽസ് എ ആയിട്ടാണ് കൊടുത്തത്. എ എന്ന് പറഞ്ഞാൽ അതായത് ക്ലാസ് 1 ആയിട്ടാണ് അതിനെ അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതേ ഡാറ്റ C1 C3 എന്ന് പറഞ്ഞാൽ 2 ക്ലാസിഫയറിലോട്ടും കൊടുക്കും. അത് അസൈൻ ചെയ്തിരിക്കുന്നത് ബി ആണെങ്കിൽ ഇതിനകത്ത് മാക്സിമം ഏതാണോ ഇത് ചെയ്തിരിക്കുന്നത് ആ മെജോറിറ്റി വോട്ടിംഗ് അനുസരിച്ച് ഇതിൻ്റെ ക്ലാസ് എന്തായിട്ട് മാറ്റും? ബി ആയിട്ട് മാറ്റും. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് അസൈനിങ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ പെയർ എടുത്തിട്ട് ഏതെങ്കിലും ഒരു പെയർ അതിനകത്ത് ഒരു ബൈനറി ക്ലാസിഫിക്കേഷനാണ് നടത്തുന്നത്. വെദർ ഇറ്റ് ബിലോങ്സ് ടു C1 C3 ആണ്, വെദർ ഇറ്റ് ബിലോങ്സ് ടു C1 ഓർ C2. C1 ആണെങ്കിൽ അത് ലേബൽ ചെയ്യും, എ എന്ന് ലേബൽ ചെയ്യും. രണ്ടാമത്തെ പെയർ എടുക്കും, 2 ക്ലാസിഫയർ അപ്ലൈ ചെയ്യും, ക്ലാസിഫയർ അപ്ലൈ ചെയ്ത് അത് ഇതാണെന്ന് നോക്കും. അങ്ങനെ നമ്മൾ ഇത് മുഴുവൻ ചെക്ക് ചെയ്യും. അങ്ങനെ എല്ലാ പെയർസും ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് എത്ര ക്ലാസിഫയർ കറക്റ്റായിട്ട് അതിൻ്റെ മെജോറിറ്റി ഏതാണോ അതായിരിക്കും അതിൻ്റെ എക്സിൻ്റെ ക്ലാസ്. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ആസ് 1 against 1 മെത്തേഡ്. സോ ദീസ് ആർ ദി things that are used in multi-class classification മെത്തേഡിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സിനെ കുറിച്ചാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. സോ that's all. So we have discussed about നോയ്സ് എന്താണെന്ന് പറഞ്ഞു. ഈ നോയ്സ് മൂലം എന്തൊക്കെ എഫക്ട്സ് ഉണ്ടാകുന്നു പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ക്ലാസ്സസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നതിനെ കുറിച്ച് പറഞ്ഞു. 1 against 1 മെത്തേഡ് ആസ് വെൽ ആസ് 1 against all മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.